പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ നേവിയുടെ ഏറ്റവും പുതിയ 2 സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകൾ കമ്മീഷൻ ചെയ്തിരിക്കുകയാണ്. INS ഉദയഗിരി, INS ഹിമഗിരി എന്നീ ഫ്രിഗേറ്റുകളാണ് കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ നേവിയുടെ പ്രോജക്റ്റ് 17 ആൽഫ അഥവാ P-17A പ്രോജക്റ്റിന്റെ കീഴിൽ നിർമ്മിച്ച സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകളാണിവ. നീലഗിരി ക്ലാസ് ഫ്രിഗേറ്റുകളെന്നും ഇവയെ വിളിക്കാറുണ്ട്. മുംബൈ ബേസ്ഡായ മസഗോണ്ടോക് ഷിപ്പ് ബിൽഡേഴ്സ്, കൊൽക്കത്ത ബേസ്ഡായ ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് എന്നീ 2 ഷിപ്പ്യാർഡുകളിലാണ് ഇവ നിർമ്മിക്കുന്നത്. മൊത്തത്തിൽ 7 കപ്പലുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവ 2024-27 കൂടി ഇന്ത്യൻ നേവിയുടെ ഭാഗമാകും. നീലഗിരി ക്ലാസ് ഫ്രിഗേറ്റുകളിലെ ആദ്യത്തെ യുദ്ധക്കപ്പലാണ് INS നീലഗിരി. ഇത് ഈ വർഷം ജനുവരി മാസത്തിൽ ഇന്ത്യൻ നേവിയിലേക്ക് ഇൻഡക്ട് ചെയ്തിരുന്നു. രണ്ടാമത്തെയും മൂന്നാമത്തെയും കപ്പലുകളാണ് INS ഉദയഗിരിയും INS ഹിമഗിരിയും. വിശാഖപട്ടണത്ത് വെച്ചാണ് ഇവയുടെ കമ്മീഷനിങ് നടത്തുന്നത്. 2 വ്യത്യസ്ത ഷിപ്പ്യാർഡുകളിൽ നിർമ്മിച്ച യുദ്ധക്കപ്പലുകൾ ഒരുമിച്ച് ഇന്ത്യൻ നേവിയുടെ ഭാഗമാകുന്നത് ആദ്യമായിട്ടാണ്. ഇന്ത്യൻ നേവിയുടെ വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ ഡിസൈൻ ചെയ്ത 100ാമത്തെ കപ്പലാണ് INS ഉദയഗിരി. 6700 ടണ്ണാണ് ഇവയുടെ ഡിസ്പ്ലേസ്മെന്റ്. ഇവ ഏറെക്കുറെ ഡിസ്ട്രോയർ ഷിപ്പുകളുടെ അത്രയും വലിപ്പമുള്ള ഷിപ്പുകളാണ്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റെൽത്ത് ഫീച്ചേഴ്സ് ഉള്ള കപ്പലുകളാണ് ഇവ. HAL നിർമ്മിച്ച 2 LM-2500 മറൈൻ ഗ്യാസ് ടർബൈൻ എഞ്ചിനുകളും 2 ഡീസൽ എഞ്ചിനുകളുമാണ് ഇവയുടെ പ്രധാന പ്രൊപ്പൽഷൻ സിസ്റ്റം. കമ്പൈൻഡ് ഡീസൽ ആൻഡ് ഗ്യാസ് പ്രൊപ്പൽഷൻ സിസ്റ്റം എന്നാണ് ഇവയെ വിളിക്കുന്നത്. അതായത് സാധാരണ വേഗതയിൽ പോകുവാൻ ഡീസൽ എഞ്ചിനുകളും ഹൈസ്പീഡ് വേഗതയിൽ പോകുവാൻ ഗ്യാസ് ടർബൈൻ എഞ്ചിനുകളും ഉപയോഗിക്കുന്ന രീതിയാണ് കമ്പൈൻഡ് ഡീസൽ ആൻഡ് ഗ്യാസ് പ്രൊപ്പൽഷൻ സിസ്റ്റം. ഡീസൽ എഞ്ചിന്റെ പവർ കട്ട് ഓഫ് ചെയ്തതിനു ശേഷമായിരിക്കും മറൈൻ ഗ്യാസ് ടർബൈൻ എഞ്ചിൻ പ്രവർത്തിച്ചു തുടങ്ങുക. പ്രത്യേകതരം ഗിയർ സിസ്റ്റങ്ങളും ഇത്തരം പ്രൊപ്പൽഷൻ സിസ്റ്റത്തിലുണ്ട്. 4600 കിലോമീറ്റർ മുതൽ 10200 കിലോമീറ്റർ വരെയാണ് ഈ കപ്പലുകളുടെ റേഞ്ച്. ഇവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സെൻസറാണ് MF സ്റ്റാർ AESA റഡാർ. ഇന്ത്യയും ഇസ്രായേലും സംയുക്തമായി നിർമ്മിച്ച MF സ്റ്റാർ റഡാർ ലോകത്തിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റഡാറുകളിൽ ഒന്നാണ്. ഇന്ത്യൻ നേവിയുടെ ഒട്ടുമിക്ക യുദ്ധക്കപ്പലുകളിലും ഇപ്പോൾ MF സ്റ്റാർ റഡാറുകളാണ് ഉപയോഗിക്കുന്നത്. 450 കിലോമീറ്ററിന് മുകളിൽ റേഞ്ച് ഇവയ്ക്കുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട റഡാറാണ് ലാൻസായ് L ബാൻഡ് എയർ സർവേലൻസ് റഡാർ. 470 കിലോമീറ്ററാണ് ഇവയുടെ മാക്സിമം റേഞ്ച്. ഫൈറ്റർ എയർക്രാഫ്റ്റുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഉൾപ്പെടെയുള്ള ടാർഗറ്റുകളെ ഡിറ്റക്ട് ചെയ്യുവാൻ ലാൻസായ് റഡാറുകൾക്ക് സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട സെൻസർ സ്യൂട്ടാണ് ഹംസ NG സോണാർ സിസ്റ്റം. സബ്മറൈനുകളെയും മറ്റ് അണ്ടർ വാട്ടർ ഒബ്ജക്റ്റുകളെയും കണ്ടെത്തുവാൻ ഹംസ NG സെൻസർ സഹായിക്കുന്നു. DRDOയുടെ ശക്തി ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടാണ് ഇലക്ട്രോണിക് വാർഫെയറിനായി ഉപയോഗിക്കുന്നത്. അതുകൂടാതെ ടോർപിഡോകളിൽ നിന്നും രക്ഷ നേടുവാനായി കവച് ഡീകോയ് സിസ്റ്റം, മരീജ് ടോർപിഡോ കൗണ്ടർ മെഷർ സിസ്റ്റം എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എയർ ഡിഫൻസിനായി ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ അഥവാ ബരാക് 8 ആണ് ഉപയോഗിക്കുന്നത്. ബരാക് 8ഉം ഇന്ത്യയും ഇസ്രായേലും സംയുക്തമായി നിർമ്മിച്ച വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റമാണ്. 0.5 കിലോമീറ്റർ മുതൽ 100 കിലോമീറ്റർ വരെയുള്ള ടാർഗറ്റുകളെ തകർക്കുവാൻ LRSAMന് കഴിയും. ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലാണ് ഇവയുടെ പ്രധാന ആയുധം. 16 ബ്രഹ്മോസ് ആന്റിഷിപ്പ് മിസൈലുകൾ ഇവയിലുണ്ട്. കൂടാതെ ലൈറ്റ് വെയ്റ്റ് ടോർപിഡോ, ഷൈന, ആന്റി സബ്മറൈൻ റോക്കറ്റുകൾ, നേവൽ ഗൺ, ക്ലോസ് ഇൻ വെപ്പൺ സിസ്റ്റം എന്നിങ്ങനെ മറ്റ് ആയുധങ്ങളും ഇവയിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. HAL ധ്രുവ് അല്ലെങ്കിൽ സീക്കിംഗ് 42B ഹെലികോപ്റ്ററുകൾ വഹിക്കുവാനും ഇവയ്ക്ക് കഴിവുണ്ട്. നിർമ്മാണം പൂർത്തിയായി കുറച്ചു വർഷങ്ങളായി ഇവ സീ ട്രയലുകളിൽ ആയിരുന്നു. ഹൾ ഡിസൈൻ, സ്റ്റെബിലിറ്റി, പ്രൊപ്പൽഷൻ സിസ്റ്റം, ഫയർ ഫൈറ്റിംഗ് ആൻഡ് ഡാമേജ് കൺട്രോൾ മെക്കാനിസം, നാവിഗേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നിങ്ങനെ ഇവയുടെ സിസ്റ്റവും സബ്സിസ്റ്റവും പലതരത്തിലുള്ള ടെസ്റ്റിങ്ങുകളിലൂടെ കടന്നുപോയി ഇവയുടെ പെർഫോമൻസ് ഉറപ്പിച്ച് ഇന്ത്യൻ നേവിക്ക് കൈമാറിയിരിക്കുകയാണ്. ഇവയുടെ ഒട്ടുമിക്ക കമ്പോണന്റുകളും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചവയാണ്. ഇവയുടെ ഇൻ്റഗ്രേറ്റഡ് കോമ്പാറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം വളരെ അഡ്വാൻസ്ഡ് ആണ്. ഇവയ്ക്ക് ഒറ്റയ്ക്കോ ഒരു കൂട്ടം യുദ്ധക്കപ്പലുകളുടെ ഭാഗമായോ ഓപ്പറേറ്റ് ചെയ്യുവാൻ സാധിക്കും. ഇന്ത്യൻ നേവിയുടെ എയർക്രാഫ്റ്റ് കാരിയർ INS വിക്രാന്തിൻ്റെ കാരിയർ ബാറ്റിൽ ഗ്രൂപ്പിലും ഇവയ്ക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കും. INS ഉദയഗിരിയും INS ഹിമഗിരിയും എത്തുന്നതോടുകൂടി ഇൻഡോ പസഫിക് മേഖലയിൽ ഇന്ത്യൻ നേവിയുടെ കരുത്ത് കൂടുതൽ വർദ്ധിക്കും. പ്രിയപ്പെട്ടവരെ, ഇത്രയും വിവരങ്ങൾ വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.